ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം. നമുക്കറിയാം, സാധാരണ പ്ലസ് ടുവിന് ശേഷം പല ആളുകളും വ്യത്യസ്ത സ്വഭാവത്തിലുള്ള കോഴ്സുകൾ അന്വേഷിക്കാറുണ്ട്. പല ആളുകളും കേരളത്തിനകത്ത് പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്, സ്വന്തം ജില്ലയിൽ പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്, വീടിന്റെ അടുത്തുള്ള കോളേജിൽ പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്, പുറത്ത് പോയി പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾ, അങ്ങനെ പല കാറ്റഗറിയിൽ വരുന്ന ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നല്ല സ്ഥാപനങ്ങൾ നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പൊ ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷം പഠിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അഥവാ കേന്ദ്ര സർവകലാശാലകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് കേന്ദ്ര സർവകലാശാലകൾ എന്ന് പറയുന്ന സമയത്ത് അതിൽ ഒരുപാട് വ്യത്യസ്ത സ്വഭാവത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. അതിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റാങ്കിംഗ് ഫ്രെയിംവർക്ക് അനുസരിച്ച് ഏറ്റവും ടോപ്പ് റാങ്കിൽ വരുന്ന കോളേജസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ പല ഈ പറയുന്ന പോലെയുള്ള പല യൂണിവേഴ്സിറ്റികൾ, പല ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, പല ടൈപ്പ് ഓഫ് കോളേജസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന ക്യാമ്പസുകളിലേക്കൊക്കെ എത്താനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ CUET UG എന്ന് പറയുന്നത്. അപ്പോൾ CUET UG എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പ്ലസ് ടുവിൽ ഒരു മാർക്ക് അല്ല ബേസിക്കലി നിങ്ങൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് പരിഗണിക്കുക. പ്ലസ് 2 മാർക്കിന് അപ്പുറത്തേക്ക് നിങ്ങൾ എത്രത്തോളം എൻട്രൻസ് എക്സാമിനേഷനിൽ സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു 60%, 55%, 60% മാർക്കാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പോലും നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷനിൽ മികച്ച പെർഫോമൻസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസിൽ പഠിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് മികച്ച കരിയർ ബിൽഡ് ചെയ്യാനും അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. അതുകൊണ്ട് എന്താണ് CUET എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. CUET ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും മറ്റ് സ്റ്റേറ്റ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും സ്റ്റേറ്റ് ഡീംഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കും എല്ലാം ഏകദേശം 200ഓളം യൂണിവേഴ്സിറ്റികളിലേക്ക് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലേക്കെല്ലാം അവരുടെ ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ട് CUET സ്കോറാണ് പരിഗണിക്കുന്നത്. അപ്പോൾ പ്ലസ് ടുവിൽ പഠിച്ച ഒരു കുട്ടിക്ക് CUET എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിലേക്കെല്ലാം പ്രവേശനത്തിനുള്ള ഒരു കടമ്പ പൂർത്തിയാവും എന്നതാണ്. CUET സംബന്ധിച്ചിടത്തോളം വിശാലമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ലഭിക്കാൻ നിങ്ങൾക്ക് ബെല്ലൈക്കൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ കൃത്യമായി നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ചിട്ടയോടുള്ള പരിശീലനത്തോടുകൂടി നിങ്ങൾക്ക് CUET UG ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച വിഷയങ്ങൾ നിങ്ങൾക്ക് CUET എക്സാമിനേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒരു വിഷയമായി വരുന്നതാണ്. ജനറൽ ടെസ്റ്റ് മറ്റൊരു വിഷയമായിട്ട് ഓരോരോ വിഷയം എടുക്കുന്ന ആളുകൾക്ക് അനുസരിച്ച് വരുന്നതാണ്. ഇങ്ങനെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള വഴിയാണ്, വാതിലാണ്, ഒരു സിംഗിൾ വിൻഡോ ഓപ്പർച്യൂണിറ്റിയാണ് CUET എന്ന് പറയുന്നത്. നേരത്തെ തന്നെ ഓരോരോ യൂണിവേഴ്സിറ്റികളിലേക്കും ഈ പറയുന്ന വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഡൽഹി യൂണിവേഴ്സിറ്റി എന്തായിരുന്നു ചെയ്തിരുന്നത്? അവർ അവരുടെ ഡിഗ്രി പ്രവേശനത്തിന് പ്ലസ് ടുവിന്റെ മാർക്കായിരുന്നു പരിഗണിച്ചിരുന്നത്. അതിൽ നിന്നും മാറിയിട്ട് അവർ എൻട്രൻസ് എക്സാമിലേക്ക് മാറി. JNU എന്തായാലും ചെയ്തിരുന്നത്? അവർ അവരുടേതായ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി എന്തായാലും ചെയ്യുന്നത്? അവരും അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുകയാണ് ചെയ്തിരുന്നത്. ഇതിൽ നിന്നൊക്കെ മാറി ഈ പറയുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരു കൺസോർഷ്യം പോലെ കംപ്ലീറ്റ്ലി ഈ CUET അണ്ടറിൽ വന്നതോടുകൂടി ഒരു കോമൺ പരീക്ഷ വരികയും രാജ്യത്തൊട്ടാകെ ഒറ്റ പരീക്ഷ എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറുകയും ആ രാജ്യത്ത് നടക്കുന്ന ഒറ്റ പരീക്ഷയിൽ കോമ്പറ്റീഷൻ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഏകദേശം 15 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു പ്രവേശന പരീക്ഷയായി CUET UG മാറിയതാണ്. അങ്ങനെ CUET UG മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് അതിൽ ഇടമുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ പഠനം പൂർത്തീകരിക്കാനുള്ള അവസരമാണ് CUET മെയിലാണ് നടക്കുന്നത്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരാതിരിക്കുന്നേ ഉള്ളൂ. കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ്സും വിവരങ്ങളും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. CUET എൻട്രൻസ് എക്സാമിനേഷൻ തയ്യാറെടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് പെപ്പ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡഡ് വീഡിയോസ്, ലൈവ് സെഷൻസ്, മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ്, മെഗാ ടെസ്റ്റുകൾ, മറ്റ് കരിയർ സപ്പോർട്ടുകൾ, മെന്ററിംഗ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതായിരിക്കും. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.